എത്രയും കാലം എടുത്തു ഒരു വനിത നമ്മുടെ ഫോഴ്സിലേക്ക് വരാൻ എന്നുള്ളത് നമ്മളെ എത്രത്തോട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതായത് ജെൻഡർ വൈസ് നമ്മൾ ന്യൂട്രലാണ്, അല്ലെങ്കിൽ ജെൻഡർ വൈസ് നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ വന്നിട്ടുണ്ട്. മാമിൻ്റെ ഈ ഒരു സ്പാൻ ഓഫ് 33.5 വർഷത്തിൽ എന്താ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ജെൻഡർ ഇക്വാളിറ്റി ഇപ്പോഴും ഇല്ല, കേരളത്തിലും അല്ല, എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, രണ്ട് ജെൻഡർ ആവുന്നത് കൊണ്ട് അതിന്റെ ഡിഫറൻസസ് എന്തായാലും ഉണ്ടാവും. ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഓഫ് എന്താണ് അവസരങ്ങൾ കിട്ടുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലെ കാഴ്ചപ്പാടിലുള്ള ഒരു ഇക്വാളിറ്റി, ആണുങ്ങൾ കുറച്ചുകൂടെ ഭേദമാണ്, പെണ്ണുങ്ങൾ കുറവാണ് എന്നുള്ള ആ ഒരു സാധനത്തിനെയാണ് നമ്മളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അംഗീകരിച്ച് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 വെച്ചിട്ടുള്ള ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ അതില്ല ഇപ്പോഴും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആർമിയിൽ പോലും സ്ത്രീകളുടെ പ്രത്യേകമായിട്ടാണ് റിക്രൂട്ട്മെന്റ്, പോലീസിൽ പ്രത്യേകമായിട്ടാണ് റിക്രൂട്ട്മെന്റ്. പോലീസിന്റെ ഒരു എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ജനറലായിട്ട് ഒരു പോലീസ് ഓഫീസേഴ്സിന്റെ വേക്കൻസി വരുമ്പോൾ, താഴെയുള്ള കോൺസ്റ്റബിളിന്റെ വേക്കൻസി വരുമ്പോൾ PSC എല്ലാവരെയും കൂടെ ഒരുമിച്ച് വിളിച്ചല്ല നടത്തുന്നത്. അവർ മിനിമം ഹൈറ്റ് ഇത്രയും, മിനിമം പൊക്കം ഇത്രയും, ചെസ്റ്റ് വിസ്തീർണം ഇത്രയും, ഏജ് ഇത്രയും, അങ്ങനെയുള്ള ഷോൾഡർ വിസ്തീർണം ഇത്രയും എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാർ മാത്രം അപേക്ഷിക്കാൻ പറഞ്ഞ് ഇപ്പോഴും PSC ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദിസ് ഇസ് നോട്ട് ഇക്വാലിറ്റി. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കാലം കൂടെ കഴിഞ്ഞിട്ടേ ശരിക്കും വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ 33 വർഷത്തെ സർവീസിൻ്റെ ഇടയിലും ഭയങ്കര ഇനിക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനിക്വാളിറ്റികളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴും ഈ IPS ട്രെയിനിങ് സമയത്ത് ഇപ്പോൾ വിമൻ ആയതുകൊണ്ട് ഇത്രയും ചെയ്താൽ മതി, ഇത്ര ചെയ്താൽ മതി എന്ന് പറയുന്നിടത്ത് വേണ്ട, ഞങ്ങൾ മുഴുവനുമായിട്ടും അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ റോപ്പ് ക്ലൈമ്പിംഗ് ആയാലും ശരി, റണ്ണിങ് ആയാലും ശരി, മാം ഉത്സാഹം എടുത്തത് മുഴുവനായും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ഒരു ഔദാര്യത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, അത് ഞങ്ങൾക്കല്ല. അത് ആദ്യത്തെ ലേഡി IPS ഓഫീസറുടെ കിരൺ ബേഡി മാഡത്തിനായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ കിരൺ ബേഡി മാഡം വരുന്നത് 1974-ലാണ്. അപ്പൊ മാഡം വന്ന സമയത്ത് കൺസെഷൻസ് കൊടുത്തതാണ്. അക്കാഡമിയിൽ അവർ പറഞ്ഞു ഒരു ലേഡി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ 100 മീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇത്രയും സമയം എടുക്കണ്ട, കുറച്ചുകൂടെ സമയം എടുത്തോളൂ എന്നുള്ള മട്ടിൽ കൊടുത്തപ്പോൾ ഷീ സെഡ് നോ, പറ്റില്ല, എനിക്ക് അതുപോലെ തന്നെ മതി, തോറ്റാൽ എന്നെ തോപ്പിച്ചോളൂ, എനിക്ക് മാർക്ക് കുറച്ച് തന്നാൽ മതി, എനിക്ക് റോപ്പ് ക്ലൈമ്പിങ്ങിൽ അത്ര, അങ്ങനെ പറഞ്ഞ് നിന്നത് കൊണ്ട് ഷീ വാസ് അവർ റോൾ മോഡൽ. അപ്പം കിരൺ ബേഡി മാഡം അതങ്ങനെ നിന്നത് കൊണ്ട്, കൺസെഷൻസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ലേഡി ഓഫീസേഴ്സ് എല്ലാം പിന്നീട് വേണ്ട എന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ സമയത്തും അവർ പറഞ്ഞിട്ടുണ്ട് അത്രയും മതി, ബസ് മാഡം അത്രയും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറ്റത്തില്ല, ഞങ്ങൾ വീണ്ടും അത്രയും പുഷപ്പും കൂടെ ചെയ്യാൻ നോക്കും, ചിലപ്പോൾ വീണ് പോവും. പക്ഷേ ഏതായാലും ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമാണ് സ്ത്രീകൾക്ക്. നമ്മുടെ ഫിസിക്കൽ മേക്കപ്പ് അങ്ങനെയാണല്ലോ, നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണല്ലോ. പക്ഷെ എന്നാലും നമ്മളത് ട്രൈ ചെയ്യും പരമാവധി, അത്രയും മാർക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കൺസെഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഞങ്ങൾ എടുത്തിട്ടില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു ഇനിക്വാളിറ്റി ഞങ്ങളുടെ സർവീസിൽ വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളത് കൊണ്ട്. ഒരേ പരീക്ഷ എഴുതി ഒരുപോലെ ട്രെയിനിങ് ആയിട്ട് വരണം, അതുകൊണ്ട് ഒരേപോലെ പോസ്റ്റിംഗ് കിട്ടണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കോംപ്രമൈസിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഔദാര്യത്തിനും നിലനിൽക്കാത്തത് കൊണ്ട് ഫിസിക്കലി ഉണ്ടായ വിഷമതകളുണ്ട്, ഇന്റേണലി മാമിന് സംഭവിച്ച വിഷമതകളുണ്ട്, ഒരു പെൺകുഞ്ഞിനെ പോലും കിട്ടാതിരുന്നതിൻ്റെ സങ്കടങ്ങളുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഈ 33 വർഷത്തെ സർവീസ് കൊണ്ട് സഹായകമാവുന്നുണ്ടോ? അത് ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ലോസാണ്. നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ എൻ്റെ യൂട്രസിന് വന്ന ഒരു ചെറിയ വളവ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തുണ്ടായതാണ്. അതുപോലെയുള്ള കുറച്ച് ഇറഗുലാരിറ്റീസ് നമ്മുടെ ശരീരത്തിൽ വരുന്നതും അതുമെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചാണ് കൂടുതൽ. 2 കുട്ടികളൊക്കെ ഉള്ള വനിതാ IPS ഓഫീസേഴ്സിന് നമ്മൾ പറയും ട്രെയിനിങ് ഉഴപ്പിന്ന്. അതുകൊണ്ടാണ് വലിയ പ്രയാസമാണ് ഒരു കുഞ്ഞിനെ പോലും കിട്ടാൻ. പക്ഷെ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് കുറച്ചും കൂടെ നല്ലതാക്കാനായിട്ടൊരു ശ്രമം നടത്തും. ആ ഒരു വശത്തൊരു ഇതുണ്ടായി നമ്മൾ എന്തായാലും പോയി. പക്ഷെ എന്നാലും ട്രെയിനിങ് ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജോലിയും അതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന ഒരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ ആ ജോലിയിലെ ആത്മാർത്ഥത കാണിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു സമവാക്യം ഏത് വിധത്തിലായിരുന്നു? എനിക്ക് തോന്നുന്നു ആദ്യം വലിയ ആവേശത്തോടു കൂടി മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അബ്കാരി പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് 11 ഓഫീസേഴ്സിൻ്റെ മാസപ്പടി വിഷയത്തിലുണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് അതിനൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. പക്ഷേ ഇതേ മാധ്യമങ്ങൾ മാമിനെ മോശക്കാരിയായിട്ട് ഫ്രണ്ട് പേജിൽ എഴുതുകയും അതിനെതിരെ മാം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു ഫോർമുല? എൻ്റെ കൂടെ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പോഴാണ് ഒരു ഉത്ബോധം തന്നെ ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി എന്നുള്ളത്. ഞാൻ സർവീസിൽ വരുമ്പോൾ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വരുമ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോട്ടയത്ത് വന്നപ്പോൾ എന്നെ സ്വീകരിക്കാനായിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഭയങ്കര മടിയായിരുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കരമായിട്ട് മടിച്ചു നിന്നു. ഒരു സ്ത്രീ വരുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ചതുർത്ഥി പോലായിരുന്നു ഞാൻ വന്നത്.
പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഡിപ്പാർട്ട്മെന്റിനെ പൊല്യൂട്ട് ചെയ്യാൻ ഒരാൾ വരുന്നു ആണ്. എന്ന് കോൺഫറൻസിൽ പറഞ്ഞ പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, പറ്റുമോ എന്നുള്ള കാര്യം. പക്ഷേ മാധ്യമങ്ങൾ മുഖാന്തിരമാണ് സമൂഹം എന്നെ ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചത്. കാരണം അന്ന് എനിക്ക് കിട്ടിയ മാധ്യമ സപ്പോർട്ട് അത് വണ്ടർഫുൾ, പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് അമേസിങ് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെല്ലാം ശ്രീലേഖ എന്ന് പറഞ്ഞ് അറിഞ്ഞു തുടങ്ങി, ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു. എനിക്ക് ഭയങ്കര വരവേൽപ്പായിരുന്നു അവിടെ ത്രൂ ദ മീഡിയ. അപ്പോൾ അതുകൊണ്ട് മീഡിയ എനിക്ക് വളരെ വളരെ ഡിയർ ആയിരുന്നു, വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ മീഡിയയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ആ സമയം തൊട്ട് കോട്ടയം ASP ആയിട്ട് വന്നപ്പോൾ തൊട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്. അതുപോലെ ഏത് സ്ഥലത്ത് പോസ്റ്റ് ചെയ്താലും അവിടെയൊക്കെ നല്ല നല്ല മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ടാവും. പക്ഷേ ഡൗൺ ദ ലൈൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ സർവീസിൽ തന്നെ എനിക്ക് പാരയായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കെതിരെ അസൂയ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് പിണക്കങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ള വാർത്ത ചമച്ച് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമൊക്കെ എനിക്കറിയില്ലല്ലോ, ഞാൻ അവരെ വിളിച്ച് പറയും, മാധ്യമപ്രവർത്തകരോട് പറയും ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയുമ്പോൾ ആരും അത് വിലക്കെടുക്കില്ല. അവർക്ക് ഗോസിപ്പാണ് വേണ്ടത്. കാരണം ഗോസിപ്പ് സെൽസ്. വിവാദം എന്ന് പറയുന്നത് ആളുകൾക്ക് വായിക്കാൻ താല്പര്യമാണ്. അതേസമയം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാധ്യമങ്ങൾ പോലും അത് തിരുത്തി എഴുതാൻ ആകാത്ത ഒരു ഘട്ടം വന്നു. പിന്നീട് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു വഷളായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയി. അതായത് എന്നെ ക്രിമിനൽ കേസുകളിൽ പെടുത്താനുള്ള, വിജിലൻസ് കേസുകളിൽ പെടുത്താനുള്ള, അഴിമതിക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള, അതെ ക്രിമിനൽസുമായിട്ട് ബന്ധങ്ങൾ, അതും വൃത്തികെട്ട രീതിയിലുള്ള ബന്ധങ്ങൾ, ഒരു സ്ത്രീ ആയി എന്നുള്ളൊരു കാര്യം കൊണ്ടുള്ള ഒരു അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈവിൾ എന്ന് പറഞ്ഞത് കുറച്ച് കൂടുതൽ മാധ്യമങ്ങളുടെ കയ്യിലുണ്ടെന്ന്. വളരെ സ്നേഹമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നവർ പോലും, വളരെ എൻ്റെ അനിയനെ പോലെ വിചാരിച്ചിരുന്ന ചിലർ പോലും ചാനലുകളിൽ കൂടെ വന്ന് എനിക്കെതിരെ ഉള്ളത് ഇങ്ങനെ സത്യസന്ധം എന്നുള്ള മട്ടിൽ പറയുകയാണ് ജനങ്ങളോട്. ക്യാമറയുടെ കണ്ണി നോക്കി ശ്രീലേഖ ഇങ്ങനെയാണ്, അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദര സ്ഥാനത്ത് കണ്ട മാധ്യമപ്രവർത്തകർ പോലും അങ്ങനെ പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഞെട്ടലാണ്. അപ്പോൾ പൈസ വാങ്ങിച്ചിട്ടാണോ, എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് നോക്കി പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിനകത്ത് പല കളികളുണ്ട് എന്നുള്ളത്. ആ സമയത്താണ് ഞാൻ പതുക്കെ അകലാൻ തുടങ്ങിയത്. കാരണം എൻ്റെ എഫേർട്ടും പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു. ഇതിൻ്റെ ആ സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു പരിധി വിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ശരീരത്തിൽ ഇങ്ങനെ പ്രകടമാക്കി പലതരത്തിലുള്ള അസുഖങ്ങൾ വന്നു, കുറേ ഓപ്പറേഷൻസ് വേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഐ വിൽ നോട്ട് ഹാവ് ദിസ് എനി ഫർദർ. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഇപ്പോഴും മാധ്യമങ്ങളിൽ വളരെ അടുത്ത ആൾക്കാർ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്, ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ, ബിക്കോസ് ഒരു TV ചാനലിലൂടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോയാലോ അവർക്ക് വേണ്ടത് വിവാദമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം പോലും ഒരു വിവാദ ചായ്വ് കൊടുത്തുകൊണ്ട് അവരത് മാത്രമായിട്ടെടുത്ത് ട്വിസ്റ്റ് ചെയ്തിടും.